എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഞാൻ നടത്തിയതായിട്ടുള്ള പ്രഭാഷണ പരമ്പരകളിൽ എല്ലാം തന്നെ ഇന്ന് ലോകത്തിൽ നിരന്തരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അതിൻ്റെ രോഗവ്യാപന ശക്തി അല്പം പോലും കുറയാതെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കൊറോണ എന്ന മഹാമാരിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും അതിനെ ഇപ്പോൾ പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള മരുന്ന് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന മരുന്നിൻ്റെ കണ്ടുപിടിച്ചതായിട്ടുള്ള സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീ ആചാര്യ പ്രഫുല്ലചന്ദ്ര റേ എന്ന ബംഗാളിലത്തെ ഇന്ന് ബംഗ്ലാദേശിൽ ഉള്ളതായിട്ടുള്ള ഒരു ഖുൽന എന്ന സ്ഥലത്ത് ജനിക്കുകയും പിന്നീട് കൽക്കട്ടയിൽ വിദ്യാഭ്യാസം നടത്തുകയും അതിനുശേഷം ഇംഗ്ലണ്ടിലെ എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് അവിടെ ഉന്നത വിദ്യാഭ്യാസം നടത്തുകയും ചെയ്തതായിട്ടുള്ള ഇന്ത്യൻ രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആചാര്യ പ്രഫുല്ലചന്ദ്ര റേയെക്കുറിച്ചുള്ളതായിട്ടുള്ള അനുസ്മരണം ഞാൻ നടത്തുകയുണ്ടായി. അദ്ദേഹം വളരെ മഹാനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഇന്ത്യയിൽ അന്ന് വ്യാപിച്ചിരുന്നതായിട്ടുള്ള മലമ്പനി എന്ന രോഗത്തിനെ പ്രതിരോധിക്കാനുള്ളതായിട്ടുള്ള ഒരു മരുന്നെന്ന നിലയിലാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയെത്തി കൽക്കട്ടയിലെ അതിപ്രശസ്തമായിട്ടുള്ള പ്രസിഡൻസി കോളേജിൽ അവിടെ രസതന്ത്രം അധ്യാപകനായിട്ട് അദ്ദേഹം 27 വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്തു. പിന്നീട് അദ്ദേഹം ആ ജോലിയിൽ നിന്നും വിരമിച്ചു. എന്നിട്ട് അദ്ദേഹം ബംഗാൾ കെമിക്കൽസ് എന്നുള്ളതായിട്ടുള്ള ഒരു സ്ഥാപനം കൽക്കട്ടയിൽ ആരംഭിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ പുരാതന കാലത്തെ നിരവധി ആയുർവേദ ഗ്രന്ഥങ്ങളും അതുപോലെ ഉള്ളതായിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ കൂലങ്കുഷമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിച്ചു. അങ്ങനെയാണ് അന്ന് ഡാർജിലിംഗ് ജില്ലയിലെല്ലാം വളർന്നിരുന്നതായിട്ടുള്ള സിങ്കോണ എന്ന ചെടിയുടെ തൊലിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു വസ്തു, അത് തൊലി ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീരിൽ നിന്നും ആണ് കൊയിന എന്ന പേരായിട്ടുള്ള ഒരു 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 രാസത്വരകം അദ്ദേഹം കണ്ടെത്തുകയും അതിനെ വികസിപ്പിച്ചിട്ടാണ് അതിൽ നിന്നുമാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്നുള്ളതായിട്ടുള്ള മലമ്പനിക്കുള്ളതായിട്ടുള്ള മരുന്ന് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഈ മലമ്പനി എന്നുള്ളതായിട്ടുള്ള അസുഖം നൂറ്റാണ്ടുകളായിട്ട് ലോക ജനതയിലെ നല്ലൊരു വിഭാഗം ജനങ്ങളുടെ ജീവൻ കാർന്നെടുത്തതായിട്ടുള്ള ഒരു മഹാമാരിയായിരുന്നു. അന്ന് പഴയ കാലത്ത് ഇതുപോലെ തന്നെ മലമ്പനിക്ക് യാതൊരുമുള്ള മരുന്നുകളൊന്നും ഫലപ്രദമായിട്ട് ഉണ്ടായിരുന്നില്ല. ഈ കാലത്താണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ഇതിനെ തുടർന്ന് 1917 ആരംഭിച്ച 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധകാലത്തും പിന്നീട് 1939 ആരംഭിച്ചതായിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധകാലത്തുമെല്ലാം ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും എല്ലാം വന്നതായിട്ടുള്ള യൂറോപ്യൻ ഭടന്മാർക്ക് അവർ മധ്യപൂർവ്വ ദേശത്തും ആഫ്രിക്കയിലും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളിലും ബർമ, മലയ, സിംഗപ്പൂര്, കംബോഡിയ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങളിലെല്ലാം അവിടെ യുദ്ധം ചെയ്തിരുന്ന കാലത്തും നിരവധി പേർക്ക് ഈ മലമ്പനി എന്നുള്ളതായിട്ടുള്ള ഈ മാരക രോഗം ബാധിച്ചു. നിരവധി പേര് അതിലെല്ലാം മരിച്ചു. അതിനു മുമ്പ് തന്നെ ഈ രോഗം അതിൻ്റെ താണ്ഡവം ഏറ്റവും ഭീകരമായിട്ട് തുടങ്ങിയത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് അന്ന് പറഞ്ഞിരുന്ന യൂറോപ്യന്മാരുടെ ശവകുടീരം എന്നാണ് അതിനെ പേര് കൊടുത്തത്.
അത്രയധികം യൂറോപ്യന്മാർ അവിടെ പോയിട്ട് ഇതുകൊണ്ട് മരിച്ചിട്ടുണ്ട്. ഈ ഈ സിങ്കോണ എന്നുള്ളതായിട്ടുള്ള ഈ ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള അതിൻ്റെ ചെടിയുടെ തണ്ട് ചതച്ചെടുത്ത് ആ ചാറിൽ നിന്നും ഉണ്ടാക്കുന്നതായിട്ടുള്ള മരുന്നിന് അതിനെ കൊയ്ന എന്നാണ് പറയുന്നത്. കൊയ്ന ടോണിക് എന്നാണ് അത് ഉപയോഗിക്കുന്നവർ, അത് കുടിക്കുന്നവർ അതിനെ വിളിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിലും അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഈ കൃഷി ധാരാളമായിട്ട് വ്യാപിപ്പിച്ചു. പ്രധാനമായിട്ടും നീലഗിരി, ഊട്ടി ഭാഗങ്ങളിൽ ഇതിൻ്റെ എല്ലാം വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ ഇടുക്കിയിലും മൂന്നാറിലും വാൽപ്പാറയിലും എല്ലാം ഈ സിങ്കോണ മരം നട്ടു വളർത്തിയതായിട്ടുള്ള നിരവധി പ്രദേശങ്ങളുണ്ടായിരുന്നു. വാൽപ്പാറയിലുള്ളതായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ തമിഴ്നാട് അതിർത്തി പ്രദേശമായ വാൽപ്പാറയിൽ അവിടെ ഈ സിങ്കോണ മരങ്ങൾ നട്ടു വളർത്തിയതായിട്ടുള്ള തോട്ടങ്ങളുണ്ടായിരുന്നു. ഇന്നും അവിടുത്തെ പോസ്റ്റ് ഓഫീസിന് പേര് സിങ്കോണ എന്നാണ്, ആ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ അറിയപ്പെട്ടു. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചത് 1861 കാലത്തെല്ലാം ഇന്ത്യയിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള തടവുകാരായിട്ട് കൊണ്ടുവന്ന ചൈനീസ് പട്ടാളക്കാരെ ഇവിടെ തടവുകാരായിട്ട് കൊണ്ടുവന്നിരുന്നു. ആ യുദ്ധത്തിലെല്ലാം അവരെ കൊണ്ടാണ് അവർ അതിൽ ഉപയോഗിച്ചത്. പക്ഷേ ഈ മരങ്ങളെല്ലാം ഇതിനെക്കുറിച്ചുള്ള പറയുന്നതായിട്ടുള്ള ആദ്യമത്തെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ പ്രഫുല്ലചന്ദ്രറെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. ഈ സിങ്കോണ എന്ന മരത്തിന് ഇതുപോലെ തന്നെ മലമ്പനിയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ ഇത് മനസ്സിലാക്കിയത് അദ്ദേഹം മുമ്പ് യൂറോപ്യന്മാർ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അവരിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ നിന്നുമാണ് ഈ പരിഷ്കരിച്ച് കൂടുതൽ അദ്ദേഹം അതിൻ്റെ തണ്ടിൽ നിന്നും അതിൻ്റെ തൊലിയിൽ നിന്നും ചതച്ചെടുക്കുന്നതായിട്ടുള്ള നീരിൽ നിന്നുമാണ് ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നുള്ളതായിട്ടുള്ള മരുന്ന് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചത്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ ബംഗാളിലത്തെ സ്ഥാപനമായിട്ടുള്ള കൽക്കട്ടയിൽ അദ്ദേഹം സ്ഥാപിച്ചതായിട്ടുള്ള ബംഗാൾ കെമിക്കൽസ് എന്നുള്ള സ്ഥാപനമാണ്. പിന്നീട് ആ സ്ഥാപനം അദ്ദേഹം വിപുലീകരിച്ചു. അതിനെ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള പേരിൽ ഇത് അറിയപ്പെട്ടു. അതിൻ്റേതായിട്ടുള്ള ഫാക്ടറി അദ്ദേഹം കൽക്കട്ടയിൽ മാണിക്തല്ല എന്ന സ്ഥലത്ത് ജോലിഘട്ട് എന്നുള്ള 2 സ്ഥലങ്ങളിൽ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള കമ്പനികൾ സ്ഥാപിച്ചു. അദ്ദേഹം ബംഗാൾ കെമിക്കൽസ് ആരംഭിച്ചത് 700 രൂപ മുടക്കിയാണെന്നാണ് പറയുന്നത്. അന്ന് രൂപയുടെയൊക്കെ മൂല്യം വളരെ ഉയർന്നതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 700 രൂപ എന്ന വലിയ തുകയായിരിക്കും. അങ്ങനെ ആരംഭിച്ചതായിട്ടുള്ള ആ കമ്പനി പിന്നീട് മാണിക്തല്ലയിലേക്കും രണ്ടാമതായിട്ട് ജോർഹട്ടിലേക്കും എല്ലാം തന്നെ അദ്ദേഹം രണ്ട് ഫാക്ടറികൾ അവിടെ അദ്ദേഹം ഇതിനു വേണ്ടി ആരംഭിച്ചു. അതിനുവേണ്ടി അദ്ദേഹം 2 ലക്ഷം രൂപ അന്ന് മുടക്കിയെന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി അദ്ദേഹത്തിനെ ധാരാളം പേര് സഹായിച്ചു. അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഗവേഷണ കുതുകികളായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു. ഇവരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ബലവും കൂടിയാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സിദ്ധ ഔഷധം അന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കിയതായിട്ടുള്ള ഇതിൽ നിന്നും ഉണ്ടായ കൊറോണ, അതിനെ കൊയ്ന എന്നാണ്, അത് നമ്മുടെ നാട്ടിലെല്ലാം ഇതിനെ കൊയ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ മലയാളികൾ പഴയ കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് മലമ്പനിയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. എങ്കിലും ചിലർക്കൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ മലമ്പനി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്നും ചിലർക്കൊക്കെ അത് വരാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതിന് പറയുന്നത് ഈ കൊയ്ന വെള്ളം കുടിക്കലെന്നാണ്. കൊയ്ന വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ടാണ് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് പറയുന്നത്. പിന്നീട് മറ്റൊരു ഈ കൊയ്നയെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ പറയുന്നത് അത് നടത്തിയ ഒരാൾ ജർമ്മനിയിലത്തെ ബിഷക്വരനായിട്ടുള്ള സാമുവൽ ഹാനിമാനാണ്. അദ്ദേഹമാണ് ഹോമിയോപ്പതിയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം കണ്ടുപിടിച്ചത് സാമുവൽ ഹാനിമാനായിരുന്നു. പിന്നെ സാമുവൽ ഹാനിമാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ കൊയ്ന അദ്ദേഹം അത് സ്വയം അദ്ദേഹം തൻ്റെ ശരീരത്തിൽ അദ്ദേഹം അതിൻ്റെ വെള്ളം കുടിച്ചു. അങ്ങനെ കുടിച്ചപ്പോൾ അദ്ദേഹത്തിന്
ഈ മലമ്പനി വളരെ കുറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഏതൊരു രോഗം വന്നാലും അതിൽ നിന്ന് അതിൻ്റെ ആ രോഗത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ആ രോഗം ഉൾക്കൊണ്ടതായിട്ടുള്ള വസ്തു ഉൾക്കൊണ്ടതായിട്ടുള്ള മരുന്ന് അദ്ദേഹം കഴിക്കാമെങ്കിൽ ഈ രോഗത്തിനെ മാറ്റാൻ കഴിയുമെന്നുള്ളതായിട്ടുള്ള ഒരു സിദ്ധാന്തം അദ്ദേഹത്തിന് ഹോമിയോപ്പതിയിൽ കൂടി അദ്ദേഹം ആവിഷ്കരിച്ചതും അതാണ്. അങ്ങനെ അദ്ദേഹം ഹോമിയോപ്പതിയിൽ ഇത് ഉപയോഗിച്ചു. അദ്ദേഹം അതിന് ഈ കൊയ്ന എന്നുള്ളത് മരുന്ന് ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഈ മലമ്പനിക്ക് മാത്രമായിട്ടല്ല ഉപയോഗിച്ചത്, വേറെ നിരവധി രോഗങ്ങൾക്ക് അത് പ്രതിവിധിയായിട്ട് ഉപയോഗിച്ചു. വയറിൽ വരുന്നതായിട്ടുള്ള വേദന, ദഹനക്കുറവ് കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ മൂക്കിൽ നിന്നും രക്തം വരുന്നതായിട്ടുള്ള അസുഖം, ദേഹത്തുണ്ടാവുന്നതായിട്ടുള്ള കടുത്ത വേദനകൾ, ഇങ്ങനെയുള്ളതായിട്ടുള്ള നിരവധി അസുഖങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം വീണ്ടും ഇത് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാമെന്നുള്ളത് കണ്ടുപിടി. ഇതേ കാര്യങ്ങളെല്ലാം കുറേം കൂടി ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കുവാനായിട്ട് ആചാര്യ പ്രഫുല്ലചന്ദ്ര റേക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്നുള്ള മരുന്ന് ഏറ്റവും ഫലപ്രദമായിട്ട് മലമ്പനിക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു മരുന്നാണ് എന്ന് കണ്ടുപിടിച്ചു. ഈ മരുന്ന് 70% നിർമ്മിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ മരുന്ന് കമ്പനി, മലേറിയയ്ക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മരുന്നാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് കൂടുതൽ 70% ഉണ്ടാക്കിയിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതായിട്ടുള്ള ഈ ബംഗാൾ കെമിക്കൽസ് എന്നുള്ളതായിട്ടുള്ള കമ്പനിയാണ്. ആ ബംഗാൾ കെമിക്കൽസ് തന്നെയാണ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് കമ്പനിയാണത്. ഇതിനുശേഷം ഇതിൻ്റെ മറ്റൊരു ഫാക്ടറി ബോംബെയിലും കൂടി അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അന്നത്തെ കാലത്ത് തന്നെ. ക്ലോറോക്വിൻ കടിക്കൂ, മലേറിയ തടയൂ എന്നുള്ള സന്ദേശം ഒരു കാലത്ത് തേയിലത്തോട്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം കേട്ടിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, മലമ്പ്രദേശങ്ങളിൽ ഇവിടെയെല്ലാം മലമ്പനി വളരെ വ്യാപകമായിരുന്നു. പ്രത്യേകിച്ചും തേയിലത്തോട്ടങ്ങളിൽ, ഇടുക്കിയിലും മൂന്നാറിലുമെല്ലാം ഉള്ള തേയിലത്തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നതായിട്ടുള്ള തൊഴിലാളി സ്ത്രീകളെ നിരന്തരമായിട്ട് ബാധിച്ചിരുന്നതായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയാണ് അന്ന് മലേറിയ. ഇത് കൂടാതെ കണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആസാമിലെല്ലാം പോയതായിട്ടുള്ള മലയാളികളായിട്ടുള്ള നിരവധി പേരെ പട്ടാളത്തിൽ അവിടെ ചേർന്ന് അവിടെ പോയതായിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിലും ജപ്പാനും ആയിട്ട് നടന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ട് ആസാമിലെല്ലാം പോയ നിരവധി മലയാളികൾ, ഈ മലയാളികളുടെ കുറേ പേരെല്ലാം അവിടെ തന്നെ മരിച്ചിട്ടുണ്ട് ഈ മലേറിയ കാരണം. അപ്പോൾ അവർക്കെല്ലാം ഉപയോഗിക്കാനുള്ള മരുന്നായിരുന്നു ഇത്.